10ാം ക്ലാസ്സിലെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്ററായ വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രധാനമായിട്ടും അവയെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എന്ന് പറയും. അപ്പം പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് പ്രധാനമായിട്ടും ഏതൊക്കെ വരും? ഐ, നോസ്, സ്കിന്ന്, ടങ്, പിന്നെ ഇയർ. ഇതെല്ലാം ഇതൊക്കെയാണ് നമുക്ക് എന്ത് തരുന്ന അറിവ് തരുന്നത്. അതായത് വിൻഡോസ് ഓഫ് നോളജ്, പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ സഹായിക്കുന്ന ഈ വിൻഡോസുകൾ. അപ്പോൾ ആ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരാളുടെ ബോഡിയിലുള്ള ഈ വിൻഡോസുകൾ, അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്നറിയപ്പെടുന്ന ഇയർ, നോസ്, ഐ, ടങ്, സ്കിന്ന്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, ഒരു വിക്ടിംസ് റെസ്ക്യൂ ചെയ്ത് ഒരു എർത്ത് കേക്കിൽ സംഭവിക്കുന്ന, അതായത് ഒരു ഭൂകമ്പത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ സഹായിക്കുന്ന ഇയർ, അതുപോലെ തന്നെ അത് മനസ്സിലാക്കാൻ കാണാൻ സഹായിക്കുന്ന ഐ, അതേപോലെ മറ്റ് ഈ കോൾഡും ഹോട്ടും ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സ്കിന്ന്. അപ്പോൾ ഇതെല്ലാം ഈ ചാപ്റ്ററിൽ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ ഫസ്റ്റിൽ വരുന്ന പോർഷനാണ് ഈ ഐ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെൻസ് ഓർഗൻസ്, അതായത് ഐ ആണ് നമ്മൾ ഫസ്റ്റിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ വ്യക്തമായിട്ട് നമ്മുടെ ബ്രെയിനിലുള്ള, അതായത് 2 സോക്കറ്റുകളിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്രെയിനിലുള്ള 2 സോക്കറ്റുകളിലാണ് ഈ ഐ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഐ സോക്കറ്റ് എന്ന് പറയും. ഐ സോക്കറ്റ് എന്ന് പറയുന്ന ബ്രെയിനിലുള്ള ഈ സോക്കറ്റുകളിൽ ഐ ഫിക്സ് ചെയ്തിരിക്കുന്നു, മസിൽ കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ എക്സ്റ്റേണലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? എക്സ്റ്റേണലായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ഐ ലിഡ് വിത്ത് ഐലാഷ്, പീലികളോട് കൂടിയ കൺപോളകൾ. അതുപോലെ ഐബ്രോ ആണ് ഈ പുരികവരമ്പ്. ഐബ്രോ, ഐ ലിഡ് വിത്ത് ഐലാഷ്. പിന്നെ ടിയർ, എപ്പോഴും ഇങ്ങനെ അതിൽ വരുന്ന ഡസ്റ്റ് എല്ലാം ഇങ്ങനെ കഴുകിക്കളയാനായിട്ട് സഹായിക്കുന്ന ടിയർ. ആ ടിയറിൽ കാണപ്പെടുന്ന ഒരു എൻസൈമാണ് ലൈസോസൈം. ഈ ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഡസ്റ്റിലും മറ്റും വരുന്ന മൈക്രോബ്സുകളെയും അതിൽ വരുന്ന മൈക്രോബ്സുകളെയും ഒക്കെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതിലേക്ക് ഡസ്റ്റിലൂടെ വരുന്ന മൈക്രോബ്സുകൾ, അല്ലാതെ തന്നെ അതിൽ വരുന്ന മൈക്രോബ്സുകൾ, ഇവയൊക്കെ നശിപ്പിക്കാൻ ഈ ലൈസോസൈം എന്ന എൻസൈം സഹായിക്കുന്നു. അപ്പോൾ ലൈസോസൈം എന്താണ്? ടിയറിലുള്ള ഒരു എൻസൈം. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ടിയറിലുള്ള ഒരു എൻസൈം ഏത്? ലൈസോസൈം. പിന്നെ ഐ എങ്ങനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു? ഐ ലിഡ് വിത്ത് ഐലാഷ്, ഐബ്രോ, ടിയർ. ഇതെല്ലാം ഈ കണ്ണുകളെ സംരക്ഷിക്കാൻ വേണ്ടി ബോഡിയിലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ലൈസോസൈം, ഈ ടിയറിലുള്ള എൻസൈം. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? അതായത്
പുറത്തു നിന്നും കണ്ണിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുക, മൈക്രോബ്സുകളെ നശിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അയയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന ഭാഗം. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഐ എന്ന് പറയുന്ന ഐ 3 ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും. ഈ 3 ലെയേഴ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന എന്നിവയാണ്. സ്ക്ലീറ എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ, കോറോയിഡ് എന്ന് പറയുന്ന മിഡിൽ ലെയർ, റെറ്റിന എന്ന് പറയുന്ന ഇന്നർ മോസ്റ്റ് ലെയർ. ഇവിടെ സ്ക്ലീറ എന്ന് പറയുന്ന ലെയറിൻ്റെ ഫ്രണ്ട് പാർട്ട്, ഈ കോർണിയ ഒഴിച്ചുള്ള പാർട്ട് ബൾജ് ചെയ്ത് കാണപ്പെടും. അവയെ നമ്മൾ കൺജങ്ക്റ്റൈവ എന്ന് പറയും. അതായത് ഫ്രണ്ടിലായിട്ട് കാണപ്പെടുന്ന പോർഷനാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന, കൺജങ്ക്റ്റൈവ കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് പാർട്ടാണ് കോർണിയ എന്ന് പറയുന്നത്. കൺജങ്ക്റ്റൈവയുടെ ബിഹൈൻഡ് കൺജങ്ക്റ്റൈവ കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന പോർഷൻ കോർണിയ. അപ്പോൾ ഈ കോർണിയയെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഭാഗത്തും ഈ കൺജങ്ക്റ്റൈവ വ്യാപിച്ചിരിക്കുന്നത് കാണാം. ഐയുടെ ആൻറ്റീരിയർ സൈഡിൽ കോർണിയ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് കൺജങ്ക്റ്റൈവ വ്യാപിച്ചിരിക്കുന്ന കാണാം. ഈ കൺജങ്ക്റ്റൈവയെ അണുബാധിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസ്. അപ്പോൾ കോർണിയ എന്ന് പറയുന്ന പോർഷൻ ഈ ഏത് ലെയറിൽ വരുമെന്ന് ചോദിച്ചാൽ സ്ക്ലീറ എന്ന് പറയുന്ന ലെയറിൽ വരും. അപ്പോൾ സ്ക്ലീറ എന്ന് പറയുന്ന ലെയറിലാണ് കോർണിയ എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. ഇത് ഈ സ്ക്ലീറയ്ക്ക് തൊട്ട് പുറകെ ആയിട്ട് കാണപ്പെടുന്ന മൈന്യൂട്ട് ഓപ്പണിംഗ് ഉള്ള ഒരു പോർഷനാണ് ഐറിസ് എന്ന് പറയുന്നത്. കണ്ടോ, കോർണിയയ്ക്ക് തൊട്ട് പുറകെ ആയിട്ട് കാണപ്പെടുന്ന സെൻറ്ററിൽ മൈന്യൂട്ടായിട്ടുള്ള ഓപ്പണിംഗ് ഉള്ള പോർഷനാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസിൻ്റെ സെൻറ്ററിലുള്ള ആ പോർഷനെ പ്യൂപ്പിൾ എന്ന് പറയുന്നു. ഐറിസിൻ്റെ സെൻറ്ററിലായിട്ട് കാണപ്പെടുന്ന പോർഷനാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്ന, അപ്പോൾ ഈ പറഞ്ഞ സ്ക്ലീറ എന്ന് പറയുന്ന പോർഷനിൽ എന്തൊക്കെ സ്ക്ലീറയുടെ പാർട്ടായിട്ട് വരുമെന്ന് ചോദിച്ചാൽ കോർണിയ വരും. അത് കഴിഞ്ഞിട്ട് ഐറിസ്, കോർണിയ എന്ന് പറയുന്ന പോർഷൻ വരും. അത് കഴിഞ്ഞ് അതിൻ്റെ ബിഹൈൻഡിലായിട്ട് ഐറിസ് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഐറിസ് എന്ന് പറയുന്ന പോർഷൻ ചില ആൾക്കാരിൽ ഇപ്പോൾ വൈറ്റ് കളറിലോ അല്ലെങ്കിൽ ഗ്രേ കളറിലോ അല്ലെങ്കിൽ ഡാർക്കായിട്ടോ കാണപ്പെടും. കാരണം എന്താണ്? അതിൽ മെലാനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഐറിസിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഐറിസിന് കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് മെലാനിൻ. ഈ മെലാനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ ഏറ്റക്കുറച്ചിനനുസരിച്ചാണ് ഐറിസ് ഈ ഡാർക്കായിട്ടോ ഗ്രേ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറ്റ് ആയിട്ടോ ഒക്കെ കാണുന്നത്. അപ്പോൾ മെലാനിനാണ് ഈ ബോഡിക്കും നമ്മുടെ ഹെയറിനും എല്ലാ ബോഡി പാർട്ടിനും കളർ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ഈ മെലാനിൻ. ഈ മെലാനിൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഇപ്പോൾ സൺലൈറ്റ് അടിക്കുന്ന പാർട്ടിൽ മെലാനിൻ്റെ അളവ് വളരെയധികം കൂടും. കാരണം ഈ അൾട്രാ വയലറ്റ് റേയിൽ നിന്ന് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇത് കൂടുതലായിട്ട് അവിടെ കാണപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷേ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക, ഐറിസ് എന്ന് പറയുക, ഐറിസിന് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ഏത്? മെലാനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്ന സ്ക്ലീറ. വാട്ട് ഈസ് കോർണിയ? ഫ്രണ്ട് ഓഫ് ദ സ്ക്ലീറ ബൾജ്ഡ് ആൻഡ് ട്രാൻസ്പാരൻറ്റ്, ഇറ്റ് ഈസ് നോൺ ആസ് കോർണിയ. ഈ സ്ക്ലീറയുടെ ഫ്രണ്ട് ഭാഗം ബൾജ് ചെയ്ത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണപ്പെടുന്നു, അതിനെ കോർണിയ എന്ന് പറയുന്നു.
കോർണിയയുടെ പുറകിലായിട്ട് കാണുന്ന ഓപ്പണിംഗ് ഉള്ള ഭാഗം ഏത്? ഐറിസ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന ലെയറാണ് ഈ കോറോയിഡ് എന്ന് പറയുന്ന ലെയർ. കോറോയിഡ് മിഡിൽ ലെയർ ഓഫ് ദ ഐബോൾ എന്നറിയപ്പെടും. ഈ കോറോയിഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന അവിടെ ധാരാളം ബ്ലഡ് വെസലുകളുള്ള പാർട്ടാണ് ഈ കോറോയിഡ്. ഇതിന്റെ മെയിൻ ഫങ്ഷൻ മറ്റ് കണ്ണിലുള്ള ഭാഗങ്ങൾക്ക് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷണം കൊടുക്കുക എന്നതാണ് ഈ കോറോയിഡിന്റെ മെയിൻ ഫങ്ഷൻ. സപ്ലൈ ന്യൂട്രിയൻസ് ടു ആൾ പാർട്ട് ഓഫ് ദ ഐബോൾ. ഐബോളിന്റെ എല്ലാ ഭാഗത്തും ന്യൂട്രിയൻസ് കൊടുക്കാൻ ഈ കോറോയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോറോയിഡിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ കോറോയിഡിൽ ആണ് ഈ പറഞ്ഞ ഐറിസിനും തൊട്ട് ബാക്കിലായിട്ട് ലെൻസ് കാണപ്പെടുന്നത്. അപ്പോൾ കോറോയിഡിലുള്ള പാർട്ട് ഏതൊക്കെയാണ് പറയുന്നത്? ഐറിസ്, അത് കഴിഞ്ഞിട്ട് ലെൻസ്. അപ്പോൾ ഈ ഐറിസിന്റെ സെന്ററിലുള്ള പ്യൂപ്പിള്, ഈ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ കൃഷ്ണമണി എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഭാഗം, ഈ പ്യൂപ്പിളിനെ പ്രധാനമായിട്ട് ഒരു മസിൽ കൊണ്ടാണ്, രണ്ട് മസിലാണ് ഈ പ്യൂപ്പിളിനെ എന്ത് ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ചുരുങ്ങാനും ഒക്കെ സഹായിക്കുന്നത്. കൺസ്ട്രിക്റ്റ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന രണ്ട് മസിലാണ്. അത് ഏതൊക്കെ മസിലെന്ന് ചോദിച്ചാൽ റേഡിയൽ മസിലും സർക്കുലർ മസിലും. ആ പ്യൂപ്പിളിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന മസിൽ ഏതെല്ലാം? റേഡിയൽ മസിൽ ആൻഡ് സർക്കുലർ മസിൽ. റേഡിയൽ മസിലും സർക്കുലർ മസിലും പ്യൂപ്പിളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. അപ്പൊ ലെൻസിനോട് ചേർന്ന് ഒരു മസിലുണ്ട്, സീലിയറി മസിൽസ്. ലെൻസിനോട് ചേർന്ന് കാണപ്പെടുന്ന മസിലാണ് സീലിയറി മസിൽസ്. എന്നാൽ പ്യൂപ്പിളിനോട് ചേർന്ന് കാണുന്ന മസിലാണ് റേഡിയൽ മസിലും സർക്കുലർ മസിലും. ഇപ്പൊ സാധാരണ അവസ്ഥയിൽ ഇപ്പോ ഈ പ്യൂപ്പിൾ ഇപ്പൊ നല്ല ലൈറ്റുള്ള സമയത്ത്, നല്ല പ്രകാശത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പ്യൂപ്പിൾ വളരെയധികം ഈ ചുരുങ്ങിയിരിക്കും, അതായത് കൺസ്ട്രിക്റ്റ് ചെയ്തിരിക്കും. എന്നിട്ട് കുറച്ച് മാത്രം പ്രകാശത്തെ അകത്തേക്ക് കടത്തി വിടാറുള്ളൂ. അതേസമയം നല്ല ഈ ഡാർക്ക് റൂമിലാണ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പ്യൂപ്പിൾ വളരെയധികം ഡെവലപ്പ് ചെയ്തിരിക്കും. എന്നിട്ട് ധാരാളം പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടും. അങ്ങനെ ഈ ലൈറ്റിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് പ്യൂപ്പിള് ഇങ്ങനെ കൺസ്ട്രിക്റ്റ് ചെയ്യാനും അതുപോലെ എക്സ്പാൻഡ് ചെയ്യാനും സഹായിക്കുന്ന രണ്ട് മസിലാണ് ഈ റേഡിയൽ മസിലും സർക്കുലർ മസിലും. നമുക്കറിയാലോ, ഈ സാധാരണ ഈ ഫിലിമെല്ലാം കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഇരുട്ടത്തിരിക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ലൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അത്രയും സമയം ഈ പ്യൂപ്പിൾ എക്സ്പാൻഡ് ചെയ്തിട്ടേ, അതായത് ലൈറ്റുള്ള സമയത്ത് പ്യൂപ്പിൾ വളരെയധികം ചുരുങ്ങിയിട്ടേ ആ ലൈറ്റ് റേ ഇൻസൈഡിലോട്ട് കടത്തി വിടുകയുള്ളൂ. അത്രയും സമയത്ത് നമുക്ക് കാഴ്ച കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അതിന് കാരണം പ്രധാനമായിട്ടും ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. Pupil is an aperture seen at the center of the iris. Size of this aperture increases and decreases depending on the intensity of light. ലൈറ്റിന്റെ തീവ്രതയ്ക്കനുസരിച്ച്, പ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ഈ കൃഷ്ണമണി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. നല്ല ഇരുട്ടത്തിരിക്കുന്ന സമയത്ത് കൃഷ്ണമണി പരമാവധി വികസിച്ചിരിക്കും. നല്ല ലൈറ്റുള്ള സമയത്താണെങ്കിൽ കൃഷ്ണമണി പരമാവധി ചുരുങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞ സ്ക്ലീറ എന്ന് പറയുന്ന പാർട്ട്, സ്ക്ലീറ എന്ന് പറയുന്ന പാർട്ടിന്റെ ആദ്യ ഭാഗമാണ് ഏത്? കോർണിയ. കോർണിയ എന്താണ്? പ്രൊജക്റ്റഡ് ട്രാൻസ്പാരന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ വിച്ച് റിഫ്രാക്ട് ലൈറ്റ് റേ ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. അതായത് പ്രൊജക്റ്റഡ് ട്രാൻസ്പോർട്ട് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ വിച്ച് റിഫ്രാക്ട് ലൈറ്റ് റേ ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. ലൈറ്റ് റേ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് കോർണിയയാണ്. പ്രൊജക്റ്റഡ് ട്രാൻസ്പാരന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ. സ്ക്ലീറയുടെ ആന്റീരിയർ പാർട്ട്, ഫ്രണ്ട് ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് ഈ കോർണിയ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടതാണ് കൺജങ്ടൈവ.
Conjunctiva is the layer which cover and protect the front part of the sclera except the cornea. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോർണിയ എന്ന ഭാഗത്തെ ഒഴിച്ച് ബാക്കി സ്ക്ലീറയുടെ ഭാഗങ്ങളെ കവർ ചെയ്യുന്ന ഭാഗമാണ് ഈ കൺജങ്ക്റ്റൈവ. പിന്നെ വരുന്ന ഈ പറഞ്ഞ ഈ 3 ലെയറിലെ കോറോയിഡിൽ വരുന്ന ഐറിസ്. ഐറിസ് ഈസ് ദ പാർട്ട് ഓഫ് ദ കോറോയിഡ് seen behind the cornea. Presence of the pigment melanin give the iris a dark color. ഈ ഐറിസ് എന്ന് പറയുന്ന കോർണിയയ്ക്ക് പുറകിലായിട്ട് കാണപ്പെടും. ഇത് മെലാനിൻ എന്ന പിഗ്മെന്റ് ആണ് ഐറിസിന് കളർ കൊടുക്കുന്ന വസ്തു. നമ്മൾ പഠിച്ചു നേരത്തെ. പിന്നെ വരുന്ന യെല്ലോ സ്പോട്ട് എന്താണ്? ദ പാർട്ട് ഓഫ് ദ റെറ്റിന വെയർ പ്ലെന്റി ഓഫ് ഫോട്ടോ റെസിപ്റ്റേഴ്സ് ആർ പ്രസന്റ്. ധാരാളം ഫോട്ടോ റെസിപ്റ്റേഴ്സുകളുള്ള. എന്താണ് ഈ ഫോട്ടോ റെസിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ഫോട്ടോണിനെ റിസീവ് ചെയ്യുന്ന റെസിപ്റ്റേഴ്സുകൾ, സെല്ലുകൾ. ഫോട്ടോണിനെ റിസീവ് ചെയ്യുന്ന സെല്ലുകൾ, ഫോട്ടോൺ ലൈറ്റ് റേയെ സ്വീകരിക്കുന്ന സെല്ലുകളാണ് ഈ ഫോട്ടോ റെസിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫോട്ടോ റെസിപ്റ്റേഴ്സ് പാർട്ട് ഓഫ് ദ റെറ്റിന വെയർ പ്ലെന്റി ഓഫ് ഫോട്ടോ റെസിപ്റ്റേഴ്സ് ആർ പ്രസന്റ്. ഇതിനെ നമ്മൾ എന്ത് പറയുന്ന? യെല്ലോ സ്പോട്ട്. യെല്ലോ സ്പോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം ഫോട്ടോ റെസിപ്റ്റേഴ്സ് ഉള്ള ഭാഗം, മെയിനായിട്ട് കോൺ സെല്ലുകളൊക്കെ ഉള്ള ഭാഗം. ഇതിന്റെ വേറെ ഇമ്പോർട്ടൻ്റ് എന്താ? ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. അതായത് വളരെ നന്നായിട്ട് കാണാൻ പറ്റുമ്പോൾ സഹായിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് യെല്ലോ സ്പോട്ടാണ്. നന്നായിട്ട് നമുക്ക് എല്ലാം കാണിച്ചു തരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്ന പാർട്ട്. ദ പാർട്ട് ഓഫ് ദ റെറ്റിന ഫ്രം വെയർ ദ ഓപ്റ്റിക് നെർവ് ബിഗിൻസ്. ബ്ലൈൻഡ് സ്പോട്ടിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? റെറ്റിനയിലെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഐബാൾ എന്ന് പറയുന്ന സ്ക്ലീറ, മിഡിൽ ലെയർ കോറോയിഡ്, ഇന്നർ മോസ്റ്റ് ലെയർ റെറ്റിന. അതായത് മലയാളത്തിൽ പറഞ്ഞ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം, ഇങ്ങനെ 3 ഭാഗങ്ങൾ. അപ്പോൾ അതിൽ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അപ്പോൾ അതിൽ ബ്ലൈൻഡ് സ്പോട്ടും യെല്ലോ സ്പോട്ടും വരുന്ന റെറ്റിനയിലാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്താണ്? പാർട്ട് ഓഫ് ദ റെറ്റിന ഫ്രം വെയർ ഓപ്റ്റിക് നെർവ് ബിഗിൻസ്. ഓപ്റ്റിക് നെർവ് നേത്രനാഡി, ഐയിൽ നിന്ന് സെറിബ്രത്തിലേക്ക് പോകുന്ന നാഡിയാണ് ഈ നേത്രനാഡി അല്ലെങ്കിൽ ഓപ്റ്റിക് നെർവ്. അവിടെ പ്രധാനമായിട്ടും നോ വിഷനസ് ഫോട്ടോ റെസിപ്റ്റേഴ്സ് ആർ ആബ്സെൻസ്. ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഫോട്ടോ റെസിപ്റ്റേഴ്സ് അവിടെ ആബ്സെന്റ് ആണ്. ഫോട്ടോ റെസിപ്റ്റേഴ്സ് ആബ്സെന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട്. അവിടെ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അവിടെ വരുന്ന ലെൻസ് ഇലാസ്റ്റിക് ട്രാൻസ്പാരന്റ് കോൺവെക്സ് ലെൻസ് കണക്റ്റഡ് ടു സീലിയറി മസിൽ ബൈ ത്രെഡ് ലൈക്ക് ലിഗമെന്റ്. പ്രത്യേക ലിഗമെന്റ് കൊണ്ട് ഈ ലെൻസ് ഉറപ്പിച്ചിരിക്കുന്നു. പ്രത്യേക ലിഗമെന്റ് കൊണ്ട് മസിൽ വരുന്ന ഭാഗമാണ് ലിഗമെന്റ്. അങ്ങനെ പ്രത്യേക ലിഗമെന്റ് കൊണ്ട് ഈ സീലിയറി മസിൽസുകൾ, അതായത് അതിലുള്ള സീലിയറി മസിൽസുകൾ, അവിടെ മസിൽസിൻ്റെ അടുത്തായിട്ട് കോൺവെക്സ് ലെൻസുകളെ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ കോൺവെക്സ് ലെൻസ് ഉറപ്പിച്ചിരിക്കുന്ന പാർട്ട് ഏത്? ലിഗമെന്റ് കൊണ്ട്. ലിഗമെന്റ് ഏത് മസിലാണ് അതുമായിട്ട് ചേർന്നിരിക്കുന്നത്? സീലിയറി മസിൽ. അപ്പോൾ ലെൻസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽ ഏത്? സീലിയറി മസിൽ. നേരത്തെ നമ്മളൊരു മസിൽ പഠിച്ചു, കൺജങ്ക്റ്റൈവ. അതായത് അത് കഴിഞ്ഞിട്ട്, അതായത് നേരത്തെ നമ്മൾ പ്യൂപ്പിളൊരു മസിൽ പഠിച്ചു. ഏതൊക്കെയാണ്? റേഡിയൽ മസിലും സർക്കുലർ മസിലും. അപ്പോൾ ലെൻസിൽ കാണുന്ന മസിൽ ഏത്?
സീലിയറി മസിൽ. ലെൻസിൽ സീലിയറി മസിൽ. അതേസമയം ഈ പറഞ്ഞ പ്യൂപ്പിളോട് ചേർന്ന് കാണുന്നത് റേഡിയൽ മസിലും സർക്കുലർ മസിലും. ലെൻസിനെ എന്തുകൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു? ലിഗമെന്റ് കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. എന്ത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസ്. ബോഡിയിലെ ഐയിലെ ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. ഈ ലെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ഈ ലെൻസ് എന്ന് പറയുന്നത് ഇതായത് ഈ ഐബോള് ആണ് ഒരാളുടെ കുഞ്ഞുനാളിലേ ഉള്ളത് തന്നെ അവസാനം വരെയും കാണും. അത് വലുതാകത്തില്ല. പിന്നെ ഈ ലെൻസ് ഐബോളാണ്. മറ്റ് ശരീരഭാഗങ്ങളെല്ലാം നമ്മൾ വളരുന്ന അനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ പറഞ്ഞ ഈ ഐബോള് നമ്മൾ ജനിച്ചപ്പോൾ ഉള്ളത് തന്നെ ഈ ലെൻസും മറ്റും അങ്ങനെ അവസാനം വരെയും ലെൻസും ഐബോളും അങ്ങനെ തന്നെ കാണും. അത് ചേഞ്ച് ഉണ്ടാവുന്നില്ല. അടുത്ത വരുന്നതാണ് ഓപ്റ്റിക് നെർവ്. ഓപ്റ്റിക് നെർവിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റെസിപ്റ്റേഴ്സ് ടു ദ വിഷ്വൽ സെന്റർ ഇൻ ദ ബ്രെയിൻ. ഓപ്റ്റിക് നെർവ് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് എന്താണ്? സന്ദേശങ്ങൾ, ആവേഗങ്ങൾ. ഈ ആവേഗങ്ങളെ ഈ പറഞ്ഞ ഫോട്ടോ അതായത് വിഷ്വൽ സെന്ററിലേക്ക് നിന്ന് കൊണ്ടുപോകുന്നത് ആരാണ്? ഈ ഓപ്റ്റിക് നെർവാണ്. അതായത് കണ്ണി വരുന്ന ഈ ഇമേജുകൾ നമ്മൾ കാണാൻ സാധിക്കുന്ന ഓപ്റ്റിക് നെർവ് ഉള്ളത് കൊണ്ടാണ് നമുക്കറിയാം. ഓപ്റ്റിക് നെർവിൽ ഐ നിന്ന് ഓപ്റ്റിക് നെർവയിലേക്ക് ഇമേജുകൾ പോവുകയും അതിൽ നിന്ന് ഈ വിഷ്വൽ സെന്ററിലേക്ക് ബ്രെയിനിലെ സെറിബ്രത്തിലെ വിഷ്വൽ സെന്ററിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് ഓപ്റ്റിക് നെർവ്? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റെസിപ്റ്റേഴ്സ് ടു ദ വിഷ്വൽ സെന്റർ ഇൻ ദ ബ്രെയിൻ. ഫോട്ടോ റെസിപ്റ്റേഴ്സിൽ നിന്ന് ബ്രെയിനിലേക്ക് ഇമ്പൾസസുകളെ കൊണ്ടുപോകുക എന്നതാണ് ഓപ്റ്റിക് നെർവിന്റെ ഫങ്ഷൻ. അടുത്ത വരുന്നതാണ് സീലിയറി മസിൽ. നമ്മൾ പഠിച്ചു. എന്ത് ചെയ്യും? സർക്കുലർ മസിൽ സീൻ അറൗണ്ട് ദ ലെൻസിന് ചുറ്റും കാണുന്ന സർക്കുലർ മസിൽ. കോൺട്രാക്ഷൻ ആൻഡ് റിലാക്ഷൻ ഓഫ് ദി സീലിയറി മസിൽ ഓൾട്ടർ ദ കർവേച്ചർ ഓഫ് ലെൻസ്. ലെൻസിന്റെ കർവേച്ചർ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ലെൻസിന്റെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥ, വ്യാസം. ആ ലെൻസ് ഇങ്ങനെ വികസിക്കുക, അതുപോലെ ചുരുങ്ങുക. അപ്പോൾ അതിന് സഹായിക്കുന്നത് എന്താണ്? ഈ സീലിയറി മസിലാണെന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ ലെൻസ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത്? നമ്മളിപ്പോൾ വളരെ അകലെയുള്ള ഒരാളിനെ കാണുകയാണ്. അകലെയുള്ള ഒരു ആളിനെ നോക്കുമ്പോഴത്തേക്കും ലെൻസ് പരമാവധി എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ടാണ് ആ ലെൻസ് നമുക്ക് ആ ആളിനെ കാണാൻ പറ്റുന്നത്. എന്നാൽ അടുത്താണ് ഓബ്ജക്റ്റ് എങ്കിൽ ലെൻസ് പരമാവധി ചുരുങ്ങും. അപ്പം ഈ ലെൻസ് ഇങ്ങനെ വികസിക്കുന്നതിനും ചുരുങ്ങുന്നതിനും സഹായിക്കുന്നത് ഈ സീലിയറി മസിലാണെന്നേ ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഈ ഐയിലെ ഫ്ലൂയിഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഐയിൽ 2 തരത്തിലുള്ള ഫ്ലൂയിഡുണ്ട്. അക്വസ് ഹ്യൂമർ, വിട്രിയസ് ഹ്യൂമർ എന്നിങ്ങനെ അതറിയപ്പെടും. അക്വസ് ഹ്യൂമർ എന്ന ഫ്ലൂയിഡ്, വിട്രിയസ് ഹ്യൂമർ എന്ന ഫ്ലൂയിഡ്. ഈ അക്വസ് ഹ്യൂമർ എന്താണ്? ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫിൽ ഇൻ ദ അക്വസ് ചേംബർ. അക്വസ് ചേംബർ എന്ന് പറയുമ്പോൾ ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കുള്ള ഭാഗം. അതിലെ ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കുള്ള ഭാഗമാണ് അക്വസ് ചേംബർ. ഈ അക്വസ് ചേംബറിൽ കാണുന്ന ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. ഫ്ലൂയിഡിൻ്റെ പേരാണ് അക്വസ് ഹ്യൂമർ. എവിടെ കാണപ്പെടും? അക്വസ് ചേംബറിൽ കാണപ്പെടും. അക്വസ് ചേംബർ എവിടെയുള്ളത്? ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കുള്ളത്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. ഈ അക്വസ് ഹ്യൂമർ ഉണ്ടായത് എവിടെ നിന്ന്? ബ്ലഡിൽ നിന്ന്. ആ അക്വസ് ഹ്യൂമർ എവിടേക്ക് തന്നെ തിരിച്ചു പോകും? ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പം ബ്ലഡിൽ നിന്നുണ്ടായിട്ട് ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ നേരത്തെ ഇതുപോലെ ബ്ലഡിൽ നിന്നുണ്ടായിട്ട് ബ്ലഡിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംഭവം നമ്മൾ ബ്രെയിൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണെന്ന് അറിയാമോ? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അതും
ബ്ലഡിൽ നിന്നുണ്ടായിട്ട് ബ്ലഡിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്നറിയണ്ടേ? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് നറിഷ്മെൻറ്റ് ടു ദ ടിഷ്യൂ ഓഫ് ദ ഐ. ഐയിലെ ടിഷ്യൂവിന് ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ അക്വസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഐയിലുള്ള ഫ്ലൂയിഡിൽ ആദ്യത്തത് അക്വസ് ഹ്യൂമർ. അത് ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്ക് കാണും. ആ അക്വസ് ഹ്യൂമർ എന്ന ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ഓൾ പാർട്ട് ഓഫ് ദ ഐ. ഐയുടെ എല്ലാ ഭാഗത്തിലും ഓക്സിജനും ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുക എന്നതാണ് അതിൻ്റെ ഫങ്ഷൻ. അടുത്ത ഫ്ലൂയിഡാണ് വിട്രിയസ് ഹ്യൂമർ. ഈ വിട്രിയസ് ഹ്യൂമർ എന്താണ്? ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് സീൻ ദ വിട്രിയസ് ചേംബർ ബിറ്റ്വീൻ റെറ്റിന ആൻഡ് ദ ലെൻസ്. ഇതിൽ റെറ്റിനയ്ക്കും ലെൻസിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് വിട്രിയസ് ഹ്യൂമർ. അപ്പം റെറ്റിനയ്ക്കും ലെൻസിനും ഇടയ്ക്ക് കാണുന്ന ജെല്ലി ലൈക്ക് ഫ്ലൂയിഡാണ് വിട്രിയസ് ഫ്ലൂയിഡ്. വിട്രിയസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയാം, വിട്രിയസ് ഫ്ലൂയിഡ് എന്നും പറയാം. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ഷേപ്പ് ഓഫ് ദ ഐബോൾ. ഈ ഐബോളിന് ഷേപ്പ് കാണുന്നില്ലേ? ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന ആ ഷേപ്പ് കൊടുക്കുക എന്നതാണ് വിട്രിയസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും മനസ്സിലായില്ലേ? വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുമ്പോൾ എവിടെ കാണും? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്ക് കാണും. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? മെയിൻറ്റെയിനിങ് ഷേപ്പ് ഓഫ് ദ ഐബോൾ. കണ്ണിന് ദൃഢത കൊടുക്കുക എന്നതാണ് ഫങ്ഷൻ. നമ്മൾ ഈ ഡയഗ്രം നോക്കിയാൽ കാണുന്ന കണ്ടോ? അതായത് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ അല്ലേ? അതിൽ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നത് കണ്ടോ? എപ്പോഴാണ് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത്? ലൈറ്റുള്ള സമയത്ത് റേഡിയൽ മസിൽ വളരെയധികം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാണാം. അടുത്ത നോക്കിയേ, ചേഞ്ച് ഇൻ പ്യൂപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റ്. അവിടെ ചേഞ്ച് ഇൻ പ്യൂപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റിൽ പ്യൂപ്പിളിൻ്റെ അവസ്ഥ എന്താണ്? ബ്രൈറ്റ് ലൈറ്റ് നോക്കിയപ്പോൾ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. എന്നാൽ ഡിം ലൈറ്റിൽ ഈ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് ഡിം ലൈറ്റിലും സർക്കുലർ മസിൽ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? ബ്രൈറ്റ് ലൈറ്റിലും ആണ്. ഇത് രണ്ട് നമുക്ക് ഡയഗ്രത്തിൽ ഇത് കാണാൻ പറ്റും. ഞാൻ നേരത്തെ നന്നായിട്ട് പറഞ്ഞ കാര്യം അല്ലേ? ഇരുട്ടത്തിരിക്കുമ്പോൾ അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ട കാര്യം പല പ്രാവശ്യം എക്സാമിന് വന്നിട്ടുള്ളതാണ്. ഇരുട്ടത്തിരിക്കുന്ന സമയത്ത് സർക്കുലർ മസിൽ എപ്പോഴും കോൺട്രാക്ട് ചെയ്യും? ബ്രൈറ്റ് ലൈറ്റിൽ. എന്നാൽ ഇരുട്ടത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിം ലൈറ്റ് ഇരിക്കുമ്പോഴോ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യും. ഡയഗ്രാമായിട്ടും ചോദിക്കാം, അല്ലാതെയും ഇത് ചോദിക്കാം. ഇനി ഇമേജ് എങ്ങനെ അതിൽ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്ന നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇമേജ് ഫോം ചെയ്യും? അതാ റേ റിഫ്ലക്ട് ഫ്രം ആൻ ഓബ്ജക്റ്റ് ടു ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ദ റെറ്റിന. റേ റിഫ്ലക്ട് ഫ്രം ആൻ ഓബ്ജക്റ്റ് ടു ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ദ റെറ്റിന. റെറ്റിനയിലേക്ക് അത് ഫോക്കസ് ചെയ്യും. റെറ്റിനയെ ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തിരിക്കുന്നു നോക്കിയാൽ, ആ ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. അത് കൺജങ്ക്റ്റിവയിലൂടെ കോർണിയ വഴി ലെൻസിലെത്തും. ലെൻസിൽ നിന്ന് അതെവിടേക്ക് പോവും? റെറ്റിനയിലേക്ക് പോവും. അപ്പോൾ റെറ്റിനയിൽ തലകീഴായ ഒരു പ്രതിബിംബമാണ് ഉണ്ടാകുന്നത്, ഒരു വെർച്വൽ ഇമേജാണ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ വെർച്വൽ ഇമേജിനെ ഈ ബ്രെയിനിലെ വിഷ്വൽ സെൻറ്ററിൽ എത്തുമ്പോഴാണ്, ഓപ്റ്റിക് നെർവിൽ കൂടെ വിഷ്വൽ സെൻറ്ററിൽ എത്തുമ്പോഴാണ് അത് റിയൽ ഇമേജായിട്ട് നമുക്ക് അനുഭവവേദ്യമാകുന്നതെന്നും പറയാം. മലയാളത്തിൽ ഞാൻ പറയാം, വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം കോർണിയയിലൂടെ ലെൻസിലെത്തുന്നു.
ലെൻസ് അതിനെ റെറ്റിനയിൽ കേന്ദ്രീകരിക്കുന്നു. റെറ്റിനയിലുള്ള ഫോട്ടോ റെസിപ്റ്റേഴ്സ് അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസസുകൾ ഫോം ചെയ്യും. ഈ ഇമ്പൾസസുകൾ ഒപ്റ്റിക് നെർവിൽ കൂടെ ബ്രെയിനിൻ്റെ വിഷ്വൽ സെൻറ്ററിൽ എത്തുമ്പോൾ വസ്തുവിനെ കാണാൻ പറ്റും. ബ്രെയിനിലെ വിഷ്വൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് വരും? സെറിബ്രത്തിൽ വരും അല്ലേ? കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്ന സെറിബ്രത്തിലെ വിഷ്വൽ സെൻറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഡിസ്റ്റന്റ് ഓബ്ജക്റ്റിൽ കാണുമ്പോഴും നിയർ ഓബ്ജക്റ്റിൽ കാണുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഡിസ്റ്റന്റ് ഓബ്ജക്റ്റ് വരുമ്പോൾ ലെൻസ് കണ്ടോ വളരെയധികം എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ നിയർ ഓബ്ജക്റ്റ് ആണെങ്കിൽ ലെൻസിൻ്റെ ആ തിക്നെസ് കൂടും, ഉണ്ടോ, കൺസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഡിസ്റ്റന്റ് ഓബ്ജക്റ്റും നിയർ ഓബ്ജക്റ്റും മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിയർ ഓബ്ജക്റ്റിൽ എന്തൊക്കെ സംഭവിക്കും? നിയർ ഓബ്ജക്റ്റിൽ സീലിയറി മസിൽ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഡിസ്റ്റന്റ് ഓബ്ജക്റ്റിലോ സീലിയറി മസിൽ റിലാക്സ് ചെയ്യും. നിയർ ഓബ്ജക്റ്റിൽ ലിഗമെന്റ് റിലാക്സ് ചെയ്യും. ഡിസ്റ്റന്റ് ഓബ്ജക്റ്റിലോ ലിഗമെന്റ് സ്ട്രെച്ച് ചെയ്യും. ഡിസ്റ്റന്റ് ഓബ്ജക്റ്റ് ലിഗമെന്റ് വളരെയധികം വലിയും അല്ലേ? വലിഞ്ഞ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും, വലിയും. അത് കഴിഞ്ഞ് നിയർ ഓബ്ജക്റ്റിൽ കർവേച്ചർ ഓഫ് ലെൻസ് ആണെങ്കിലോ നിയർ ഓബ്ജക്റ്റിലാണെങ്കിൽ വളരെയധികം തിക്നെസ് കൂടും. കർവേച്ചർ ഓഫ് ലെൻസിൻ്റെ തിക്നെസ് കൂടും, അതായത് കൺസ്ട്രിക്റ്റ് ചെയ്യും. കർവേച്ചർ ഓഫ് ലെൻസ് കൺസ്ട്രിക്റ്റ് ചെയ്യും. എന്നാൽ ഡിസ്റ്റന്റ് ഓബ്ജക്റ്റിൽ കർവേച്ചർ ഓഫ് ലെൻസ് എങ്ങനെയായിരിക്കും? വളരെയധികം വൈഡാവും, എക്സ്പാൻഡ് ചെയ്യും. ഇനി നിയർ ഓബ്ജക്റ്റിൽ ഫോക്കൽ ലെങ്ത് ആണെങ്കിലോ ഫോക്കൽ ലെങ്ത് നിയർ ഓബ്ജക്റ്റിൽ കുറയും, ഡിസ്റ്റന്റ് ഓബ്ജക്റ്റിൽ കൂടും. എന്താണ് ഫോക്കൽ ലെങ്ത്? നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ? ഈ ഓബ്ജക്റ്റിൽ നിന്ന് നമ്മുടെ ഐയിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. വസ്തുവിൽ നിന്നും കണ്ണിലേക്കുള്ള അകലത്തെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നു. വസ്തുവിൽ നിന്നും കണ്ണിലേക്കുള്ള അകലം ആണ് ഫോക്കസ് ദൂരം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ റെറ്റിന എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ എന്താണ് ഈ അക്കോമഡേഷൻ ഓഫ് ഐ എന്നുള്ളത് നമ്മൾ പറയാൻ വിട്ടുപോയി. എന്താണ് ഈ അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഓബ്ജക്റ്റ് ഫ്രം ദ ഐ, അതായത് ഫ്രം ദ ഇമേജ് ഓഫ് ദ റെറ്റിന. ഇവിടെ ഒരു വസ്തുവിൽ നിന്നുള്ള ദൂരം ക്രമീകരിക്കാനുള്ള ഈ കണ്ണിലെ ലെൻസിൻ്റെ കഴിവാണ് അക്കോമഡേഷൻ ഓഫ് ഐ എന്നറിയപ്പെടുന്നത്. വസ്തുവിൽ നിന്നുള്ള ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെ അക്കോമഡേഷൻ ഓഫ് ദ ഐ എന്ന് പറയാം. ഫോക്കൽ ലെങ്ത് ആണ് ആ ദൂരം എന്ന് പറയുന്നത്. ഈ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഈ അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത റെറ്റിന ആൻഡ് ഫോട്ടോ റെസിപ്റ്റേഴ്സ്. എന്താണ് റെറ്റിന എന്ന് പറഞ്ഞാൽ? തേർഡ് ലെയർ ഓഫ് ദ, അതായത് ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഐബോൾ. അവിടെ ധാരാളം എന്തുണ്ടാവും? ഫോട്ടോ റെസിപ്റ്റേഴ്സുകൾ പ്രസൻ്റ് ആണ്. ഫോട്ടോ റെസിപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈറ്റിനെ സ്വീകരിക്കുന്ന സെല്ലുകൾ. അത് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്, റോഡ് സെല്ലും കോൺ സെല്ലും. റോഡ് സെല്ല് ആൻഡ് കോൺ സെൽ, ഇതാണ് ഫോട്ടോ റെസിപ്റ്റേഴ്സ്. രണ്ട് തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. റോഡ് സെൽ ആർ മോർ ഇൻ നമ്പർ ദാൻ കോൺ സെൽ. കോൺ സെല്ലിനേക്കാൾ കൂടുതൽ റോഡ് സെല്ലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോട്ടോ റെസിപ്റ്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോഡ് സെൽ കണ്ടെയ്ൻ ദ വിഷ്വൽ പിഗ്മെന്റ് കോൾഡ് റെഡോപ്സിൻ. ഈ രണ്ടിലും വിഷ്വൽ പിഗ്മെന്റ് ഉണ്ട്. റോഡ് സെല്ലിലെ വിഷ്വൽ പിഗ്മെന്റ് ആണ് റെഡോപ്സിൻ. ദിസ് പിഗ്മെന്റ് ഈസ് ഫോംഡ് ഫ്രം ടു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ, ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. ഓപ്സിൻ, റെറ്റിനാൽ ഇങ്ങനെ പറയുന്ന രണ്ട് പ്രോട്ടീനിൽ നിന്നാണ് ഈ റെഡോപ്സിൻ ഫോം ചെയ്യണത്.
റോഡോപ്സിൻ ഫോം ചെയ്യുന്നത് 2 പ്രോട്ടീനിൽ നിന്നാണ്. ഏതൊക്കെയാണ് ആ പ്രോട്ടീൻ? ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. ഈ ഓപ്സിനും റെറ്റിനാലും ഉണ്ടാകണമെങ്കിൽ വിറ്റാമിൻ എ ഉള്ള ആഹാരം നമ്മൾ കഴിച്ചിരിക്കണം. നമ്മുടെ ബ്ലഡിൽ വിറ്റാമിൻ എ ഉണ്ടെങ്കിലേ, അതായത് വിറ്റാമിൻ എ ബോഡിയിലുണ്ടെങ്കിലേ ഈ ഓപ്സിനും റെറ്റിനാലും ഉണ്ടാകുള്ളൂ. ഓപ്സിൻ റെറ്റിനാൽ എന്നീ പ്രോട്ടീൻ ഉണ്ടായാലേ റോഡോപ്സിൻ എന്ന പിഗ്മെന്റിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്? അരണ്ട വെളിച്ചത്തിൽ കാഴ്ചശക്തി തരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അതായത് അരണ്ട വെളിച്ചത്തിൽ കാഴ്ചശക്തി ലഭിക്കണമെങ്കിൽ ഈ റോഡോപ്സിൻ ഉണ്ടായിരിക്കണം. റോഡോപ്സിൻ ഉണ്ടാവണമെങ്കിൽ വിറ്റാമിൻ എ ഉള്ള ഫുഡ് കഴിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ലീഡ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ലീഡ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ്. എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? നിശാന്തത. എന്താണ് നിശാന്തത? അരണ്ട വെളിച്ചത്തിൽ കാണാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അരണ്ട വെളിച്ചത്തിൽ കാണാൻ പറ്റാത്തതിന് പ്രധാന കാരണം എന്താണ്? വിറ്റാമിൻ എയുടെ കുറവ്. അതായത് വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് അരണ്ട അതായത് നിശാന്തത ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അരണ്ട വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ വിറ്റാമിൻ എ ഉണ്ടെങ്കിൽ റോഡോപ്സിൻ ഉണ്ടാവുകയുള്ളൂ. റോഡോപ്സിൻ ഉണ്ടായെങ്കിൽ മാത്രമേ അരണ്ട വെളിച്ചത്തിലും കാഴ്ചശക്തി ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ലീഡ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞത്. അപ്പോൾ വിറ്റാമിൻ എ എവിടെ നമുക്ക് കിട്ടും? വിറ്റാമിൻ എ ധാരാളമുള്ള ഫുഡ്, ക്യാരറ്റ്, മിൽക്ക്, എഗ്ഗ്, അങ്ങനെ ലീഫി വെജിറ്റബിൾസ് എല്ലാം, പച്ച നിറമുള്ള ഈ പച്ചിലെല്ലാം പച്ച നിറമുള്ള എല്ലാം വിറ്റാമിൻ എ ഉള്ളതാണെന്ന് നമുക്ക് പറയാം. പ്രധാനമായിട്ടും ഈ ലീഫി വെജിറ്റബിൾ എല്ലാം. 2 പ്രോട്ടീൻ വളരെയധികം നോട്ട് ചെയ്യണം. പിഗ്മെന്റ് റോഡോപ്സിൻ, അതിലെ പ്രോട്ടീൻ ഈ പറഞ്ഞ ഓപ്സിനും റെറ്റിനോളും. അപ്പോൾ റോഡ് സെൽ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്? ഡിം ലൈറ്റിൽ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അടുത്ത കോൺസെൽ. കോൺസെൽ കണ്ടെയ്ൻ എ പിഗ്മെന്റ് കാൾഡ് ഫോട്ടോപ്സിൻ. കോൺസെല്ലിലുള്ള പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ. ഇതിന് അയോഡോപ്സിൻ എന്നും നമുക്ക് പറയാം. അപ്പോൾ ഡാഷ് ഈസ് ദ പിഗ്മെന്റ് ഓഫ് ദ കോൺസെൽ, ഫോട്ടോപ്സിൻ ഓർ അയോഡോപ്സിൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചുകൂടെ? കോൺസെല്ലിലുള്ള 2 ഈ പിഗ്മെന്റുകൾ ഏതല്ല? ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിൻ. രണ്ടും ഒന്നാണ്. ഇതിലെ പ്രോട്ടീനും ഓപ്സിനും റെറ്റിനാലും തന്നെ. ഇത് ഉണ്ടാകുന്നതും ഓപ്സിൻ റെറ്റിനാൽ ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതെങ്ങനെ എന്ത് ചെയ്യും? എങ്ങനെ സഹായിക്കും ഇത്? ഇറ്റ് പ്രൊവൈഡ് കളർ വിഷൻ ആൻഡ് ബ്രൈറ്റ് ലൈറ്റ് വിഷൻ. ഇറ്റ് പ്രൊവൈഡ് കളർ വിഷൻ ആൻഡ് ബ്രൈറ്റ് ലൈറ്റ് വിഷൻ മെയിൻലി വിച്ച് ഹെൽപ്പ് ഇറ്റ് ടു ഡിറ്റക്ട് 3 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്: റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ലൈറ്റ് പ്രധാനമായിട്ടും 3 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് ആണ് ഇത് മനസ്സിലാക്കി തരുന്നത്: റെഡ്, ഗ്രീന് ആൻഡ് ബ്ലൂ. ഞാൻ നേരത്തെ പറഞ്ഞു വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് കോൺസെൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പ്രൊവൈഡ് കളർ വിഷൻ ആൻഡ് ബ്രൈറ്റ് ലൈറ്റ് വിഷൻ. കളറിൽ ഏതൊക്കെ കളറാണ്? പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റുകളെല്ലാം ഇത് മനസ്സിലാക്കി തരും: റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇതിൻ്റെ ഇത് അപ്പോൾ ഒരാൾക്ക് ഇപ്പം ഈ കളർ വിഷൻ, അതായത് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ കാരണം എന്താണ്? ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഈ റെഡ്, അതേപോലെ ബ്ലൂ, ഗ്രീൻ, ഇതൊക്കെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അമിനോ ആസിഡ് ഇൻ ദ ഓപ്സിൻ മോളിക്യൂൾ. അമിനോ ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
അപ്പോൾ കളർ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെല്ല് എന്ന് ചോദിച്ചാൽ കോൺ സെൽ. ഈ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പ്രധാന കാരണം എന്താണ്? ഈ അമിനോ ആസിഡിൽ വരുന്ന പ്രോബ്ലം കൊണ്ടാണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. എന്താണ്? അതായത് അമിനോ ആസിഡിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഈ ഓപ്സിൻ മോളിക്യൂളിൽ പ്രോബ്ലം ഉണ്ടാവാം. അതിന് വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോൺ സെല്ല്, റോഡ് സെല്ല്. ഇതിൽ റോഡ് സെല്ല് നമ്മൾ പഠിച്ചു. റോഡ് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ പ്രൊവൈഡ് ചെയ്യും, ഡിം ലൈറ്റ് വിഷൻ പ്രൊവൈഡ് ചെയ്യും. കോൺ സെല്ലാണെങ്കിൽ കളർ വിഷൻ പ്രൊവൈഡ് ചെയ്യും, ബ്രൈറ്റ് ലൈറ്റ് വിഷൻ പ്രൊവൈഡ് ചെയ്യും.